നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെപ്റ്റംബർ മാസം 1 മുതൽ സെപ്റ്റംബർ മാസം 7 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഈ നക്ഷത്രത്തിൽപ്പെട്ട, അതായത് ഈ കൂറുകാർക്ക്, മേടക്കൂറുകാർക്ക്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗംകാർക്ക് ഇവരിൽ സാമ്പത്തികമായി പരാധീനതയുള്ളവരോ അല്ലെങ്കിൽ കടബാധ്യതയുള്ളവരോ അവർക്ക് ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ആശ്വാസകരമായിട്ടാണ് കാണുന്നത്. പ്രധാനമായും തങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തികമായി ബാധ്യതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സാമ്പത്തികം കുറേയെങ്കിലും കൊടുക്കാൻ സാധിക്കുന്ന ആശ്വാസത്തിൻ്റേതായ ദിവസങ്ങളായിരിക്കും ആഴ്ചയുടെ അവസാനത്തെ ഒരു 3-4 ദിവസങ്ങൾ. അതുപോലെ തന്നെ ഇവർ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ബാങ്കിലോ മറ്റേതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ സാധിക്കും എന്ന് കാണുന്നു. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രോജക്റ്റുകൾ, അതിൻ്റെ തുടങ്ങാനുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അനുകൂലമാവുന്നു. ചിലർക്കെങ്കിലും അത് തുടങ്ങാൻ സാധിക്കുന്നു. മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ മാത്രമല്ല, ചില യാത്രകൾ സജീവമാകുന്നു. അതിൽ നിന്ന് ഇവർക്ക് സാമ്പത്തികമായ വരുമാനം കിട്ടുന്നു. രോഗം ഉണ്ടായിരുന്നവർക്ക് സാമ്പത്തികമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാരണം ചികിത്സിക്കാനായി ആശുപത്രിയിൽ പോകാൻ സാധിക്കാതിരിക്കുന്നവർക്ക് അതിന് മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ രോഗത്തിന് മുക്തി ലഭിക്കുകയോ അല്ലെങ്കിൽ നല്ല ചികിത്സ തേടാൻ സാധിക്കുകയോ ചെയ്യുന്ന ഒരു അവസരം കാണുന്നുണ്ട്. അതുപോലെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു മാറ്റം കാണുന്നു. ഇതെല്ലാം ആഴ്ചയുടെ അവസാനത്തെ 4 ദിവസങ്ങളാണ്. ആഴ്ചയിലെ തുടക്കത്തെ ദിവസം ഒരല്പം സാമ്പത്തികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഹ്ലാദമില്ലായ്മയോ ഇവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് മാറ്റങ്ങൾ വരും. പ്രത്യേകിച്ച് ബുധനാഴ്ചയ്ക്ക് ശേഷം വളരെ ഗുണമാണ് ഇവർക്ക് കാണുന്നത്. ബുധനാഴ്ച രാത്രിക്ക് ശേഷം സാമ്പത്തികമായ നേട്ടം, കടബാധ്യതയിൽ നിന്ന് മോചനം, കടം എവിടെയെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടൽ, അതിന് മൊത്തത്തിൽ സാമ്പത്തിക നേട്ടമെന്ന് പറയാം. അതുപോലെ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുവാനോ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ശത്രുക്കൾ മിത്രമായി വരുന്നു. സഹകരിച്ചു നിന്നവർ അഭിപ്രായ ഭിന്നത മൂലം മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നു. പൊതുവെ അനുകൂലമായ കാര്യങ്ങളാണ് ആഴ്ചയുടെ അവസാനത്തെ 4-5 ദിവസം ഇവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മേടക്കൂറുകാർക്ക് ഗുണകരം എന്ന് വേണം വിശേഷിപ്പിക്കാവുന്നത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, യാത്രയിൽ ഗുണം. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ മാനസികമായി ചില വൈക്ലഭ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാവിന് ചെറിയ അവശത കാണുന്നു. വാഹനം സൂക്ഷിച്ചോടിക്കുക ആഴ്ചയുടെ തുടക്ക ദിവസം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4 രാവിലെ 10:30 ശേഷം 5, 6, 7 ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം നല്ലതാണ്. പൊതുവെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ തുടങ്ങുന്ന ചില വ്യാപാര സംരംഭങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോജക്റ്റുകളോ ഒക്കെ ഇവർക്കിപ്പോൾ ഗുണകരമായി തോന്നുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ അതിൻ്റെ പ്ലാനിംഗ് ഒക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമാണ്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടമോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ വിജയമോ അതുമല്ലെങ്കിൽ യാത്രാ ഗുണമോ ബന്ധുമിത്രാദികളുമൊത്തുള്ള സഹവാസമോ ഒക്കെ ഇവർക്ക് ഗുണകരമായിട്ട് മാറുന്നു. പൊതുവെ മനസ്സിനൊരു സ്ഥിരോത്സാഹത്തിൻ്റെ സന്തോഷമുണ്ടാകുന്ന ദിവസമാണ് ഇവർക്ക്. എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗം, അതായത് പകുതിയിലേക്ക് എത്തുമ്പോൾ അല്പം ശ്രദ്ധിച്ചു കൊള്ളണം. കുറച്ച് അമിതമായ ചിലവിൻ്റെ ഒരു ആവശ്യകത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചികിത്സയുമായി ബന്ധപ്പെട്ടോ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടോ വല്ലതും ചിലപ്പോൾ സാമ്പത്തിക മുടക്ക് വന്നേക്കാം. അതുപോലെ തന്നെ തോളല്ലുകൾ ഈ ഭാഗത്തൊക്കെ നീരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വേദനയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റൊമാറ്റിസം ഉള്ളവർക്ക്, വാദസംബന്ധമായ അസുഖമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് കാൽപാദങ്ങൾ അതുപോലെ കാൽമുട്ടുകൾ ഇവിടെയൊക്കെ നീർവീക്കം ഉണ്ടാവുകയും നടത്തത്തിന് പ്രയാസമുണ്ടാവുകയും ചെയ്യാം. സാമ്പത്തികമായിട്ട് ആഴ്ചയുടെ അവസാന ദിവസവും തുടക്കവും വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രതീക്ഷിച്ചവരിൽ നിന്ന് ധനം ഇവരുടെ അടുത്തേക്ക് എത്തുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. കടം അന്വേഷിക്കുന്നവർക്ക്, കടം ആശ്രയിക്കുന്നവർക്ക് അതിൽ ഗുണമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ഇവർക്കിപ്പോൾ ചില മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും സാമ്പത്തികമായ ഗുണങ്ങളുടെ കാര്യത്തിൽ, ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്കവും വളരെ ഗുണമാണ്. ആഴ്ചയുടെ മധ്യഭാഗം മാത്രം അല്പം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഗുണമാണ്. പിന്നെ 7-ാം തീയതിയും വളരെ ഗുണമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് 6-ാം തീയതി രാത്രിക്ക് ശേഷം 7 വളരെ ഗുണമായിട്ട് കാണുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തുടക്ക ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ടതായി വരുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ അതുമല്ലെങ്കിൽ അയൽപക്കവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചില നീരസമുള്ള വാക്കുകൾ പറയേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. അങ്ങേയറ്റം ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഒക്കെ ഒന്ന് മാറി നിൽക്കേണ്ടതായി വന്നേക്കാം. പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ, പ്രത്യേകിച്ചും സ്ത്രീ ബന്ധുക്കൾ, ഇവരുമായി ഇടയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമൊക്കെ അങ്ങേയറ്റം കരുതലോടുകൂടിയും പക്വതയോടുകൂടിയും ഇടപെടുക എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അല്ലെങ്കിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമ്മയോ സഹോദരിയോ മകളോ ഭാര്യയോ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തോ ഒക്കെ ഈ സ്ത്രീ ജനങ്ങളിൽ വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. എന്നാൽ ബുധനാഴ്ച, പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൊട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ഗുണവും മനസ്സിന് വളരെ സന്തോഷവും ഉത്സാഹവും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ജാഗ്രതയും ഒക്കെ ഇവർ കാണിക്കും. പ്രവർത്തനക്ഷമതയുള്ള ദിവസങ്ങളാണ് പിന്നീട് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവർക്ക് അവരുടെ ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക ഗുണവും കാണുന്നുണ്ട്. അത്യാവശ്യ സാമ്പത്തിക സഹായം പോലും ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പോൾ കിട്ടുന്നൊരവസരം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ഇപ്പോൾ ഇവരെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അതായത് ഏകദേശം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൊട്ട് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഈ നക്ഷത്രക്കാരെ സാമ്പത്തികമായി സഹായിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹോദരന്മാർക്ക് ചെറിയ സാമ്പത്തികമായ അവശത ഉണ്ടാകാം. അത്തരം ആളുകൾക്ക് ഈ നക്ഷത്രക്കാരിൽ നിന്ന് അങ്ങോട്ടും സഹായം കാണുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരം തന്നെയാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക്. പ്രവർത്തനങ്ങളിലും ദോഷമൊന്നും കാണുന്നില്ല. തുടയെല്ല്, അതുപോലെ തന്നെ ഈ കുണ്ടലിനി എന്നൊക്കെ നമ്മൾ പറയുന്നത് ബേസാണ്, അതായത് നട്ടെല്ലിൻ്റെ തുടക്കം. ആ ഭാഗത്തൊക്കെ നീർക്കെട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴും അതുപോലെ തെന്നി വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് നടക്കുമ്പോഴുമൊക്കെ വളരെ കരുതലെടുക്കുക. കാരണം പലപ്പോഴും ഇപ്പോൾ വീടൊക്കെ മുഴുവൻ ടൈൽസാണ്. അതുകൊണ്ട് ഒരു നിസാരമായ പേപ്പറോ ചെറിയ കുറച്ച് വെള്ളമോ കിടന്നാൽ മതി തെന്നി വീഴാനുള്ള സാധ്യത. ഭാരമെടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 രാവിലെ 10 മണി വരെയും ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. പൊതുവേ ദോഷാവസ്ഥയുള്ള അഷ്ടമശനി ഉണ്ട്. എന്നാൽ 11-ലെ വ്യാഴം ഏതു വിധേനയെങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും ഇവർക്കൊരു അനുഗ്രഹം കൊടുക്കുന്നതായിട്ട് കാണാം. അവസാന നിമിഷങ്ങളിൽ ഈശ്വരൻ്റെ സ്വാധീനം സാമ്പത്തികമായോ മറ്റു സഹായമായോ ഇവരുടെ അടുത്തേക്ക് എത്തും എന്ന് കാണുന്നു. അവശത തീർച്ചയായിട്ടും ഇവരുടെ കൂടെയുണ്ട്. കാരണം 9-ൽ രാഹു, അതുപോലെ തന്നെ അഷ്ടമത്തിൽ ശനി. ഇതെപ്പോഴും ഇവരെ ഏതെങ്കിലും തരത്തിൽ ദുഷ്ടതയുടെ അവസരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ശാരീരികമായ അവശത, 8-ാം ഭാവം ആയുസ്സിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് ശാരീരികമായ അവശതയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാഴം 11-ൽ ചൊവ്വയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇവർക്കിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഗുണം കാണുന്നു. പ്രത്യേകിച്ച് ശുക്രൻ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ നേട്ടം ഇവർക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഇവർക്കിപ്പോൾ സാമ്പത്തിക സഹായം ഉണ്ടാവണം. മറ്റ് ഗുണങ്ങളും ഇവർക്കിപ്പോൾ ഉണ്ടാകും. വസ്ത്രം, അതുപോലെ തന്നെ ഇവർ തന്നെ അധ്വാനിക്കാതെ സമ്മാനമായോ അല്ലെങ്കിൽ ഇവരെ സഹായിക്കാൻ തരത്തിലോ മറ്റുള്ളവർ കാശിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റു ദ്രവ്യങ്ങളുടെ രൂപത്തിലോ ഒക്കെ ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് സഹായം എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ തന്നെ വലിയ ജോലിയൊന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ രോഗാവസ്ഥയുണ്ടെങ്കിലും മറ്റു ദോഷങ്ങളുണ്ടെങ്കിലുമൊക്കെ ഈ നക്ഷത്രക്കാർ വലിയ ദോഷം അനുഭവിക്കില്ല. അവർക്ക് വേദനയുണ്ടാകും, ശാരീരികമായ അവശതയുമൊക്കെ ഉണ്ടാകുമെങ്കിലും വെറുതെ റെസ്റ്റ് എടുത്ത് കിടക്കാനുള്ള ഒരു അവസരം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്ന തടസ്സങ്ങൾക്ക് ഒക്കെ അതീതമായി വ്യാഴത്തിൻ്റെ 11-ലെ നില അവർക്ക് അനുഗ്രഹം തന്നെ കൊടുക്കും എന്ന് വിശ്വസിക്കണം. പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് നീർക്കെട്ടിൻ്റെ അസുഖം. ഒന്നാമത്തെ കാര്യം, ചന്ദ്രൻ്റെ രാശി ഈ കർക്കിടകത്തിലാണ്. അതുകൊണ്ട് നീർ സംബന്ധമായ അലർജി സംബന്ധമായ അസുഖം ഇവരെ എപ്പോഴും വേട്ടയാടും. അത് ഈ സമയത്ത് കൂടുതലാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ശുക്രൻ്റെ 2-ലെ നില തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തികമായ നേട്ടം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങളോ മറ്റു തരത്തിലുള്ള ആഹ്ലാദമോ ഇവർക്കുണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് പൊതുവെ ഗുണകരം എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ശാരീരികമായി ഒട്ടും നല്ലതല്ല. എന്നാൽ ഈശ്വരാധീനം ഇവരുടെ കൂടെയുണ്ട്. ഏതു വിധേനയെങ്കിലും അതവരെ സഹായിക്കുമെന്ന് വേണം കരുതാൻ.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി നല്ല ദിവസമാണ്. പിന്നെ 4 രാവിലെ 10:30 ശേഷം 5, 6 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ശാരീരികമായി കുറേ സൗന്ദര്യവും അതുപോലെ തന്നെ മറ്റുള്ളവർ പെട്ടെന്ന് കടന്നു ചെല്ലാൻ തക്കവണ്ണമുള്ള ഇമ്പ്രഷനുമൊക്കെ കൊടുക്കുമെങ്കിലും മനസ്സ് വേദനിക്കുന്ന ഒരു അവസരം കാണുന്നുണ്ട്. പുറമേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരമാണെങ്കിലും ഉള്ള് നല്ല നീറിപ്പോവുകയും, കാരണം 7-ാം ഭാവത്തിലെ ശനി നേരെ നോക്കുന്നത് ഈ ജന്മത്തിലേക്കാണ്. അതാണ് 7-ാം ഭാവത്തിൻ്റെ പ്രത്യേകത. കൃത്യം നോട്ടം ഈ ലഗ്നത്തിലേക്ക്, അതായത് ഏത് രാശിയാണോ നാം ഉദ്ദേശിക്കുന്നത് ആ രാശിയിലേക്ക് വരും. ഇവിടെ ചിങ്ങം രാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിങ്ങക്കൂറുകാർക്ക് മാനസിക വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുഃഖം ഇപ്പോൾ ഉണ്ടാവും. അഷ്ടമത്തിൽ രാഹു കൂടി സഞ്ചരിക്കുന്നു. അതിനാൽ തങ്ങൾക്ക് ഏർപ്പെടുന്ന മേഖലയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായക്കേടോ ഒക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകാം. വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പലപ്പോഴും ആരെങ്കിലും കെട്ടിവയ്ക്കാം. അതുകൊണ്ട് തെറ്റിദ്ധാരണ, അതുപോലെ അപവാദ കഥകൾ, ഇതൊക്കെ തന്നെ ഈ നക്ഷത്രക്കാരെ പിന്തുടരുന്നുണ്ട്. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ചൊവ്വയുമാണ് ഇവരെ ഇപ്പോൾ ഊർജ്ജസ്വലമായി നിർത്തുന്നത്. കേന്ദ്രഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ 2 പേർ സഞ്ചരിക്കുന്നുണ്ട്. ശുക്രൻ, ബുധൻ, അതുപോലെ തന്നെ ഈ വ്യാഴവും സഞ്ചരിക്കുന്നു. ചൊവ്വ 9-ാം ഭാവാധിപനായി 10-ൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ചൊവ്വയ്ക്കൊരു രാജയോഗത്തിൻ്റെ പ്രകൃതമുണ്ട്. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലത, കർമ്മരംഗത്ത് വളരെ എന്തെല്ലാം മാനസിക വിഷമമുണ്ടെങ്കിലും കർമ്മരംഗത്ത് വളരെ ശോഭിച്ച് നിൽക്കാനുള്ള ശ്രമം, അതിനുവേണ്ടി ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കി എടുക്കാനുള്ള ശ്രമവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് തോൽവി ഉണ്ടാകില്ല. അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന വൈഷമ്യങ്ങളും പ്രതിസന്ധികളും അവർ ഈശ്വരാരാധന കൊണ്ടും അതുപോലെ തന്നെ അതുവഴി നേടുന്ന മനസ്സിൻ്റെ ശക്തി കൊണ്ടും നേരിടുമെന്ന് തന്നെ കരുതണം. സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇവർക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. എന്നാൽ തന്നെയും അതിൽ നിന്ന് കരകയറാനുള്ള മാർഗം ഈശ്വരനിൽ നിന്ന് ഇവർക്ക് അനുഗ്രഹമായി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ചിങ്ങക്കൂറുകാർ. തീർച്ചയായിട്ടും സാമ്പത്തികം അവസാന നിമിഷമെങ്കിലും അവരുടെ കൈകളിലേക്ക് അനുഗ്രഹം പോലെ വന്നെത്തും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 രാവിലെ 10 മണി വരെ, പിന്നെ 7-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും അനുഗ്രഹം, അതുപോലെ തന്നെ ശുക്രൻ 12-ലാണ്. ശുക്രൻ 12-ൽ സഞ്ചരിക്കുമ്പോൾ 12-ലെ ശുക്രൻ പലപ്പോഴും ഇവരുടെ കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്നാമത്തെ കാര്യം, 9-ാം ഭാവാധിപൻ 12-ൽ പോയി നിൽക്കുന്നു. പക്ഷേ 9-ൽ വ്യാഴം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അത് 7-ാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവർക്ക് നടക്കണം. അതുപോലെ യാത്ര കൊണ്ട് ഗുണമുണ്ടാവണം. പ്രത്യേകിച്ച് പഠന സംബന്ധമായി വിദേശത്തോ മറ്റോ ശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലും തുടർന്ന് വരുന്ന ആഴ്ചയിലുമൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വർത്തമാനം കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിതാവിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ അനുഗ്രഹമുണ്ടാകാം. പിതാവിൽ നിന്ന് ധനപരമായ നേട്ടമോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളോ ഒക്കെ ഇവരിലേക്ക് ഇപ്പോൾ എത്താം. പ്രവർത്തനങ്ങളിലും ഇവരെ സഹകരിക്കാൻ ഗുരുക്കന്മാർ, അതുപോലെ തന്നെ കാരണവസ്ഥാനത്തുള്ളവർ, പിതാവ് ഒക്കെ ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഇവർക്കും ഇപ്പോൾ ഇവരുടെ പഠനകാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ ഓഫീസ് സംബന്ധമായ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ, അഭിമുഖങ്ങൾ, ഇതിലൊക്കെ നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരം കാണുന്നുണ്ട്. ഇടുപ്പല്ലിൻ്റെ ഭാഗത്ത് ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയാണ് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ദോഷാവസ്ഥ. അതുപോലെ കണ്ണുകളും ശ്രദ്ധിക്കണം. കണ്ണുകൾക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങൾ, വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നയന വൈകല്യമാണ് പ്രധാനമായും ഇപ്പോൾ ഇവർക്കുണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. നീർദോഷത്തിൻ്റെ അസുഖം ഇവർക്കും ഉണ്ടാകാം. മുഖം അപ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇടുപ്പല്ല്, ഈ ഭാഗങ്ങളിലൊക്കെ തേയ്മാനത്തിൻ്റെ അസുഖമുള്ളവർക്കാണെങ്കിൽ, അസ്ഥി തേയ്മാനത്തിൻ്റെ അസുഖമുള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നു. മറ്റൊന്ന്, ഇവരുടെ സാമ്പത്തികമായ നേട്ടത്തിലാണ് ഇപ്പോൾ പ്രധാനമായ കാര്യങ്ങൾ നിൽക്കുന്നത്. അണുബാധ ഇവരെ സംബന്ധിച്ചിടത്തോളം ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത, ജീവിത പങ്കാളിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ തെറ്റിദ്ധാരണയോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് അങ്ങേയറ്റം സുതാര്യമായി എല്ലാ ബന്ധങ്ങളും സൂക്ഷിക്കുക.
അനാമത്ത് ചിലവുകളും അനാമത്ത് ബന്ധങ്ങളുമൊക്കെ തന്നെ ഈ ഒരു അവസരത്തിൽ ഇവർക്ക് ദോഷമായി വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാത്തിനും മേൽ ഈശ്വരൻ്റെ സ്വാധീനമുണ്ടെങ്കിലും ദുഷ്പ്രവൃത്തികൾക്ക് എന്തായാലും ഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 4-ാം തീയതി രാവിലെ 10 മണിക്ക് ശേഷം 5, 6 രാത്രി 11 മണി വരെയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗമാണ്. അഷ്ടമ ശനിയുടെയും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെയും ദോഷം ഇവരെ പിന്തുടരുന്നുണ്ട്. 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ശത്രു വളരെ സൈലൻ്റായിട്ടെങ്കിലും ഇപ്പോൾ ഇവരെ ആക്രമിക്കാനുള്ള സാധ്യത കാണുന്നു. ഉദരരോഗത്തിനും സാധ്യത കാണുന്നു. എന്നാൽ 6ാം ഭാവത്തിലെ രാഹു ഇവർക്ക് പ്രത്യേകമായിട്ടൊരു ഉന്മേഷം കൊടുക്കും. കാരണം 6ൽ നിന്നുകൊണ്ട് രാഹുവിന് ചെയ്യാൻ സാധിക്കുന്നത് ചില പ്രവർത്തനങ്ങളെ, തങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് പ്രവർത്തനങ്ങളെ എതിരിടാനുള്ള മാനസിക ശക്തിയാണ്, അതിനുള്ള കൗശലവും ബുദ്ധിയുമാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകിച്ചും മീനം രാശി, വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം 11ാം ഭാവത്തിലാണ് ഇവർക്കിപ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്നത്. ശുക്രൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ബുധനും ഏകദേശം ഇതേ രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് 10, 11 ഭാവങ്ങളിലായിട്ട് ബുധനും സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർക്ക് സാമ്പത്തിക ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ഏറ്റവും പ്രധാനം സാമ്പത്തികം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം എല്ലാത്തിൻ്റെയും ആധാരം അതുതന്നെയാണ്. സാമ്പത്തികം ഉണ്ടായാലും ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ പോലും ഒരു പരിധിവരെ ഏകദേശം ജീവിതത്തിൻ്റെ 3/4% ഏറെ സഹായിക്കുന്നത് സാമ്പത്തികം തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ തുലാക്കൂറുകാർക്ക് ഇപ്പോൾ ദോഷം സംഭവിക്കില്ല. അവരുടെ ജന്മത്തിൻ്റെ അധിപൻ തന്നെയാണ് 11ൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അധികാരികളിൽ നിന്ന് പണം, സ്ത്രീ അധികാരികളിൽ നിന്നൊക്കെ പണം ഇവർക്കിപ്പോൾ എത്താനുള്ള സാധ്യതയുണ്ട്. കലാപരമായ കഴിവുകളോ മറ്റു മിടുക്കോ ഒക്കെ ഉള്ളവർക്ക് അത് വിറ്റ് പണം അവർക്ക് സമ്പാദിക്കാൻ സാധിക്കും. തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നല്ല രീതിയിൽ സാമ്പത്തികം നേടാൻ സാധിക്കുന്ന ഒരാഴ്ച തന്നെയാണ് ഈ ആഴ്ചയും ഇവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് യാത്ര ഗുണകരമായി വരാം. ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കും. അവരുമൊത്ത് സമയം ചെലവഴിക്കാൻ സാധിക്കും. അങ്ങനെ മാനസിക സന്തോഷം, സാമ്പത്തികമായി സന്തോഷം, പൊതുവെ ഗുണം കാണുന്നുണ്ട്. എന്നാൽ മറക്കാതിരിക്കേണ്ടത് അപകട സാധ്യതകളുണ്ട്. സ്പീഡ് കുറയ്ക്കുക, വാഹനം അങ്ങേയറ്റം മിതമായ അവസ്ഥയിൽ ഓടിക്കുക, ആരോടും തർക്കിക്കാതിരിക്കുക. കലഹത്തിനും ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യേകിച്ചും അപകട സാധ്യതകളും ഉണ്ട്. ഈശ്വരാധീനം അത്തരം കാര്യങ്ങളിൽ കുറവുമാണ്. അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റം വിനയപൂർവ്വം പ്രാർത്ഥനയോടുകൂടി ചെയ്യുക എന്നതാണ് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3, 4 രാവിലെ 10 വരെ, പിന്നെ 7ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവർക്ക് സത്യത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ ഗുണകരമായിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രബലമായ ഗ്രഹങ്ങൾ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്നുണ്ട്. ശുക്രൻ 10ൽ, ബുധൻ 9ലും 10ലുമായി സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ളത്, ബുധൻ 10ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ പകുതിയാവും. എന്നാലും ബുധൻ്റെ സഞ്ചാരം ഈ ഭാഗത്ത് വരുന്നത് കൊണ്ടത് ഗുണമാണ്. അതുപോലെ തന്നെ വ്യാഴം 7ൽ സഞ്ചരിക്കുന്നു കേന്ദ്രസ്ഥാനത്ത്. ഇതെല്ലാം തന്നെ ഇവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഈശ്വരാധീനമാണ് കാണിക്കുന്നത്. അതുപോലെ മൈത്രി ഭാവത്തിലുള്ള ചില പ്രസ്ഥാനങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള മുന്നേറ്റം കാണുന്നു. കൂട്ടു ബിസിനസ് ഒക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസരം കാണുന്നു. ചില സംരംഭങ്ങളിൽ, ഒരുപാട് പേർ പങ്കെടുക്കുന്ന സംരംഭങ്ങളിൽ ഇവർക്ക് നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരം കാണുന്നുണ്ട്. കാരണം ഈശ്വരാധീനവും കഴിവും നന്നായി ഇവർക്കിപ്പോൾ പ്രയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് തക്കവണ്ണമുള്ള ഭാഗ്യം ഇവർക്കിപ്പോൾ അനുകൂലമായി നിൽക്കുന്നു. ശുക്രൻ 10ൽ സഞ്ചരിക്കുന്നത് കർമ്മരംഗത്ത് വളരെ നന്നായി ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ശുക്രൻ്റെ 10ലെ നില പ്രത്യേകിച്ചും സൂര്യൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലത്തിലോ ആയാൽ പോലും വമ്പന്മാരുടെ കൂടെയൊക്കെ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു അവസരം കാണുന്നുണ്ട്. ആ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തങ്ങളുടെ കഴിവ് നന്നായി ഇവർക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കുമെന്നതും വലിയൊരു വിജയമാണ്. അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കുറേ നാളായി താമസിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ അനുകൂലമായ പല നേട്ടങ്ങളും വരുന്നൊരവസരം കാണുന്നുണ്ട്. 7ൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് മാത്രമാണ് ഒരല്പം ദോഷമുള്ളത്. പക്ഷേ വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നതിനാൽ അതിനെ ദോഷം പറയാൻ പാടില്ല. വ്യാഴം നോക്കിനാൽ 1000 കുറ്റം മാറിയിടുമെന്നാണ് പ്രമാണം. അങ്ങനെയാണെങ്കിൽ വ്യാഴയോഗത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഇവിടെ ദോഷങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. മറ്റൊന്ന് 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവുമാണ്. 5ലെ രാഹു ബുദ്ധിപരമായി ഉയർത്തുമെങ്കിലും ഭാഗ്യത്തിന് ചെറിയ തടസ്സമോ
ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടുള്ള സന്താനങ്ങൾക്ക് ദോഷാവസ്ഥകളോ കാണുന്നുണ്ട്. 4-ലെ ശനി കണ്ടകനാണ്. മാതാവിനോ മാതൃ കുടുംബത്തിനോ ദോഷമുണ്ടാകാം. വാഹനം സൂക്ഷിച്ചോടിക്കണം. സ്വന്തം വീട്ടിൽ ചിലപ്പോൾ ഈ നക്ഷത്രക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇവരെ ചൊല്ലി ഇവരുടെ വീട്ടിലോ മാതാപിതാക്കൾക്കോ ഒക്കെ വിഷമമുണ്ടാകുകയോ ചെയ്യാം. പക്ഷേ പുറത്ത് ഇവർക്ക് നല്ല വിജയമാണ് കാണുന്നത്. ഇവരെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നൊരവസരവും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6-ാം തീയതി രാത്രി 11 മണി വരെയും ഗുണമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴം 6-ൽ സഞ്ചരിക്കുന്നു, ചൊവ്വയും 6-ലാണ്. 6-ൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് നല്ലതാണ് എന്നൊരു വിശ്വാസമുണ്ടെങ്കിലും അത് പ്രശ്നം വയ്ക്കുമ്പോഴാണ് 3, 6, 11-ൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ 6-ൽ പാപഗ്രഹം നിന്നാൽ അതിൻ്റെ ചെറിയ ഗുണങ്ങൾ ഉണ്ടാകുമില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ദോഷാവസ്ഥകളും ഉണ്ടാകും. 6 ശാരീരിക ജ്യോതിഷത്തിൽ ഉദരമാണ്. അതുകൊണ്ട് ഉദരത്തിൽ ചൊവ്വയുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. 5-ാം ഭാവാധിപനാണ് 6-ൽ. വ്യാഴസ്ഥിതിയിൽ, വ്യാഴത്തിൻ്റെ നോട്ടത്തിൽ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ യോഗത്തിൽ നിൽക്കുന്നതിനാൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയണം. എങ്കിലും ഉദരം വളരെ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ പൊതുവെ അത്തരം കാര്യത്തിൽ ശ്രദ്ധ വേണം. കാരണം വ്യാഴത്തിൻ്റെ 6-ലെ നില അവിടെ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവായി നിൽക്കുന്ന വ്യാഴം 6-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് സഹായിക്കാത്തതിനാൽ ചൊവ്വയുടെ ദോഷാവസ്ഥകൾ പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ഉയരാനുള്ള സാധ്യത. പെട്ടെന്ന് കലഹിക്കാം ഈ നക്ഷത്രക്കാർ. ഇപ്പോൾ അവർക്ക് ക്ഷമ കുറയാം. കാരണം 4-ാം ഭാവത്തിലെ രാഹു ആളുകളോട് ഇടപഴകുന്നതിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ജോലി സംബന്ധമായ ഏരിയയിൽ അവിടെയും ഉണ്ടാകുമല്ലോ ഒരു സമൂഹം, അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവർ, സഹപ്രവർത്തകർ. ഇവരോട് ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മോശം വാക്കുകളോ ഒക്കെ പിന്നീട് ദോഷമായി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതു വിധേനയും അങ്ങേയറ്റം ക്ഷമയോടുകൂടി കർമ്മരംഗത്ത് നിൽക്കുക എന്ന് മാത്രമാണ് ഇവരോട് പറയാനുള്ളത്. എത്ര പ്രകോപിക്കപ്പെട്ടാലും അതനുസരിച്ച് ഇളക്കമുണ്ടായി നാവ് കൺട്രോൾ വിട്ടു പോകുന്നൊരവസരം ഉണ്ടാകരുത്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ജാഗ്രതയോടുകൂടി കർമ്മരംഗത്ത് നിൽക്കുക. പക്ഷേ ശുക്രൻ്റെ 9-ലെ നില ദേവിയുടെ അനുഗ്രഹം പോലെ ഇവർക്ക് വരും. അതുകൊണ്ട് കർമ്മരംഗത്തായാലും എവിടെയായാലും ഒരു പാഴ് അവസ്ഥ ഉണ്ടായാൽ അതിനെ പരിഹരിക്കാനായി ഈ ദേവിയുടെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. അത് പ്രത്യേകമായി ചിന്തിക്കുക. എന്നാലും താൻ പാതി ദൈവം പാതി എന്നുള്ള ഒരു ചൊല്ല് മറക്കാതിരിക്കുക. അവനവൻ്റെ കാര്യങ്ങൾ കൃത്യമായി ജാഗ്രതയോടുകൂടി ചെയ്യുക, ശ്രദ്ധയോടുകൂടി ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കൃത്യമായി ഉണ്ടാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-ാം തീയതി രാവിലെ 10 മണിക്ക് ശേഷം 5, 6, 7 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ നില ആണ് ഏറ്റവും പ്രധാനമായി എടുക്കേണ്ടത്. ശുക്രൻ 8-ലാണ് സഞ്ചരിക്കുന്നത്, ശനി 2-ലുണ്ട്, അതുപോലെ രാഹു 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 3-ലെ രാഹു തീർച്ചയായിട്ടും ഇവർക്ക് വളരെ ഉന്മേഷമുള്ള ഒരു മനസ്സിനെ കൊടുക്കും. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലായാലും തങ്ങളുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് ഇവർക്ക് കൊടുക്കും. അത് വലിയൊരു കാര്യമാണ്. കാരണം മനസ്സ് ജഡമായാൽ പിന്നെ ശരീരം തീർത്തും വിലങ്ങി നിൽക്കും. ആ ഒരു അവസരം ഇവർക്ക് എന്തായാലും ഉണ്ടാവില്ല. മനസ്സ് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നു. എന്നാൽ തടസ്സങ്ങളുണ്ട് ഇവർക്ക്. പ്രത്യേകിച്ചും 8-ാം ഭാവത്തിൽ രാഹു, 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ചില പ്രത്യേക കഴിവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. ദാമ്പത്യം വളരെ സൂക്ഷിക്കണം. സൂര്യൻ്റെ രാശിയിലും കൂടെ പോയി നിൽക്കുന്നത് കൊണ്ട് ചില അനവസരത്തിലുണ്ടാകുന്ന ചില സംശയങ്ങളും മറ്റതുമൊക്കെ ഇപ്പോൾ ഇവർക്ക് പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 5-ാം ഭാവം പൊതുവെ ഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സന്താനങ്ങളുടെയും ഒക്കെ അധിപനാകയാൽ 5-ാം ഭാവത്തിൽ വ്യാഴം ബലത്തോടെ നിൽക്കുന്നതിനാൽ ഇവർക്ക് എല്ലാത്തിൻ്റെ മേലും എല്ലാ കുറവുകളുടെ മേലും ഈശ്വരൻ്റെ ഒരു കണ്ണുണ്ടാവും. അതുകൊണ്ട് തന്നെ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ഒരവസരം കാണുന്നുണ്ട്. ഏത് മോശാവസ്ഥയിലോട്ട് തിരിഞ്ഞാലും അവസാന നിമിഷമെങ്കിലും ഭഗവാൻ വിഷ്ണു ഇവരെ കാത്തുരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ധനപരമായി പ്രശ്നമൊന്നും വരില്ല. പുതിയ സാമഗ്രികൾ വാങ്ങിക്കൂട്ടാൻ സാധിക്കും. പ്രത്യേകിച്ചും വിലപിടിപ്പുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവർക്കിപ്പോൾ പണം ചെലവഴിക്കാനുള്ള അവസരമുണ്ടാകും. പൊതുവെ സാമ്പത്തികമായിട്ട് ഇവർക്ക് ഗുണമുണ്ട്. ശ്രദ്ധിക്കേണ്ടത് കുടുംബ ബന്ധങ്ങളെയും അതുപോലെ തന്നെ ശുക്രൻ സ്ത്രീ ഗ്രഹമാണ്.
പോയി നിൽക്കുന്നത് സൂര്യൻ്റെ രാശിയിലാണ്. അതുകൊണ്ട് കുടുംബത്തിലെ സ്ത്രീകളോട് മാത്രമല്ല, പുറത്ത് സൊസൈറ്റിയിലൊക്കെ പെരുമാറുമ്പോഴും സ്ത്രീകളോട് വളരെ മര്യാദയോടുകൂടി പെരുമാറിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശുക്രൻ്റെ 8-ലെ നില അത് ശ്രദ്ധിക്കണം. മറ്റ് ദോഷങ്ങളൊന്നും ഇവർക്കില്ല. അതുപോലെ തന്നെ പുളിപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പോൾ വളരെ നിയന്ത്രിക്കണം. അതുപോലെ മദ്യം പോലുള്ള കാര്യങ്ങളും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരായാലും ശരി, അല്ലെങ്കിൽ വെറും കമ്പനി സേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരായാലും ശരി, അതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, പിന്നെ 7 നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ: അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 1/4 ഭാഗം. ജന്മത്തിലാണ് ശനി, 2ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ കേതു. ഇത് ദോഷാവസ്ഥ തന്നെയാണ്. പക്ഷേ അതോടൊപ്പം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, അതുപോലെ തന്നെ 7-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ഇത് രണ്ടുമാണ് ഇവർക്കിപ്പോൾ ഗുണത്തെ കൊടുക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്രഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ലൗകിക നേട്ടങ്ങൾക്ക് വലിയ ദോഷം വരില്ല. ലൗകിക നേട്ടം എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ, സമ്പത്ത്, അതായത് ശമ്പളം, പണം, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി പണം, കുടുംബത്തിൽ സമാധാനം, വാഹനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സമാധാനം കിട്ടുന്ന അവസ്ഥ, നല്ല വാഹനം കിട്ടുക, അല്ലെങ്കിൽ ഉള്ള വാഹനത്തെ നന്നായി ഉപയോഗിക്കാൻ സാധിക്കുക, കുടുംബ ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, സൊസൈറ്റിയിലും അവർ ഇടപെടുന്ന സ്ഥലത്തുമൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുക. 7 ശുക്രൻ 7-ൽ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യത്തിൽ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകാൻ സാധിക്കും. ശുക്രൻ 7-ൽ നിൽക്കും. കാരകഗ്രഹം കാരകഭാവത്തിൽ നിൽക്കുന്ന അത്ര നല്ലതല്ല എന്ന പ്രമാണമുണ്ടെങ്കിലും ഗോചരാൽ അതത്ര പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ 7-ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. നല്ല വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കും. വിലപിടിപ്പുള്ള മറ്റു വസ്ത്രങ്ങൾ, സൗന്ദര്യ വസ്തുക്കളൊക്കെ ഇവർക്കിപ്പോൾ ലഭിക്കും. അതുപോലെ തന്നെ പ്രണയം പൂവണിയാനുള്ള സമയമാണ്. ഇഷ്ടപ്പെട്ട വ്യക്തികളോടുമൊത്ത് സഞ്ചരിക്കാനും ഇടപഴകാനും സാധിക്കുന്നു. സ്ത്രീകളിൽ നിന്ന്, പ്രത്യേകിച്ചും പ്രണയിനികളിൽ നിന്നും പ്രണേതാക്കളിൽ നിന്നും ഇവർക്ക് പരസ്പരം സാമ്പത്തികമായ സഹായമോ മറ്റു സമ്മാനമോ ലഭിക്കുന്ന അവസരം കൂടിയാണിത്. കലാപ്രവർത്തനങ്ങൾ ഉള്ളവർ നന്നായി അത് ശോഭിക്കാൻ സാധിക്കും. പൊതുവെ തങ്ങളുടെ വ്യക്തിത്വം, ശാരീരികമായ സൗന്ദര്യവുമൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കർമ്മത്തിൽ ഗുണമൊക്കെ കാണുന്നു. പക്ഷേ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അവസ്ഥ മറക്കാതിരിക്കുക. അഷ്ടമത്തിൽ കേതു. എന്തെല്ലാം ഗ്രഹങ്ങൾ ഏതെല്ലാം ഭാവങ്ങളിൽ ബലവാനായി നിന്നാലും അഷ്ടമത്തിൽ ഒരു ദുഷ്ടഗ്രഹമുണ്ടെങ്കിൽ എല്ലാത്തിനെയും തടുക്കുമെന്നൊരു പ്രമാണമുണ്ട്. ഇവിടെ കുംഭക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് കേതു. അതുകൊണ്ട് ആ കാര്യം മറക്കാതിരിക്കുക. ഗണപതിയെ സ്ഥിരമായി സ്തുതിക്കുക. ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഓം ഗം ഗണപതിയെ നമ എന്നൊക്കെ ജപിക്കുക. അതൊക്കെ ഇതിന് പരിഹാരമുള്ളൂ. ഇവർക്ക്, അതായത് കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3, 4-ാം തീയതി രാവിലെ 10:30 വരെയും നല്ലതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ: പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ജന്മത്തിൽ രാഹുകേതുക്കളുടെ സ്വാധീനം, 12ാം ഭാവത്തിലെ ശനി, അത് ജന്മത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. 7 മാസങ്ങളുടെ കഴിയുമ്പോൾ ജന്മശനിയാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ മീനക്കൂറുകാർ പ്രത്യേകമായിട്ട് പരിഗണിക്കണം. 3-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. സാമ്പത്തിക കാരകൻ, ധനകാരകൻ സഞ്ചരിക്കുന്നത് 3-ലാവുമ്പോൾ അതിന് പരുങ്ങലുണ്ടാവും. പക്ഷേ എന്നാൽ പണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ഇവർക്കിപ്പോൾ കൃത്യമായ പണം ലഭിക്കുകയും ചെയ്യും. ശുക്രൻ സഞ്ചരിക്കുന്നത് 6-ലാണ്. അത് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകാം. കുടുംബത്തിൽ പ്രത്യേകിച്ച് ചില സൗന്ദര്യ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് ഈ മാസത്തിൻ്റെ പകുതിയോടുകൂടിയൊക്കെ ആകുമ്പോൾ മാറും. ഇതിപ്പോൾ ഈ ആഴ്ചയുടെ മാത്രം പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്കത് പറയാൻ സാധിക്കില്ല. ഈ ആഴ്ചയും ശുക്രൻ 6-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധ വേണം. കുടുംബത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പരിഹാരം. അവരെ അവഗണിക്കുന്നു, ജീവിത പങ്കാളിയെ അവഗണിക്കുന്നു എന്ന തോന്നലൊക്കെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് അത് പറയുന്നത്. അതുപോലെ ഡയബറ്റിക്സ് അസുഖങ്ങളുള്ളവർ അത് ശ്രദ്ധിക്കണം. ലോവർ അബ്ഡമിൻ ഭാഗത്തൊക്കെ ഇവർക്ക് കീഴ്വയറിൻ്റെ ഭാഗത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. പാൻക്രിയാസ് പോലുള്ള സ്ഥലത്തൊക്കെ ദോഷങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നഖത്തിൽ പൂപ്പൽ, അതുപോലെ തന്നെ ഈ ചെവി, അതുപോലെ അധികം സൂര്യപ്രകാശം കടക്കാത്ത ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇച്ചിങ് പോലെയൊക്കെ അസുഖമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പ്രത്യേകമായി തങ്ങളുടെ ത്വക്ക് വളരെ സൂക്ഷിക്കുക. എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർ എത്രയും പെട്ടെന്ന് അതിൻ്റെ വിദഗ്ധനെ കണ്ടതിന് പരിഹാരം തേടുക. പിന്നെ മറ്റൊരു പ്രധാനം ഇവർക്ക് പറയാനുള്ളത്, അപവാദ കഥകളിൽ ഈ നക്ഷത്രക്കാർ ചെന്ന് പെടാനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും
തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് സെക്സുമായി ബന്ധപ്പെട്ട്, പുരുഷനാണെങ്കിൽ സ്ത്രീ, സ്ത്രീയാണെങ്കിൽ പുരുഷൻ, അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില അപവാദ കഥകളൊക്കെ കേൾക്കാം. അതുകൊണ്ട് പരമാവധി സുതാര്യമായി നിൽക്കുക, അങ്ങേയറ്റം സംശയാസ്പദമായ സാഹചര്യങ്ങളുടെ നിഴലുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അതാണ് ഇതിലൂടെ പറയാനുള്ളത്. സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6 രാത്രി 11 മണി വരെയും നല്ലതാണ്. ശനിദേവന് പരിഹാരമായിട്ട് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുന്നത് കലിയുഗത്തിൽ ഏറ്റവും പ്രധാനമാണ്. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, അതുപോലെ തന്നെ കറുത്ത പട്ട് ശാസ്താവിനോ ശനീശ്വരനോ സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വേണം അത് ചെയ്യാൻ. നീരാഞ്ജനം, അതായത് എള്ള് കിഴികെട്ടി കത്തിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ശനിദോഷ പരിഹാരത്തിന് വളരെ ഗുണമാണ്. അതുപോലെ തന്നെ വ്യാഴദോഷത്തിനാണ് അഷ്ടാക്ഷരി മന്ത്രം ഓം നമോ നാരായണായ ജപിക്കുക. വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച നടത്തുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, നെയ്വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ പാൽപ്പായസ നൈവേദ്യവും ഗുണകരമാണ്. ഓം ഗം ഗണപതയെ നമ എന്ന കേതുദോഷ പരിഹാരത്തിന് ചെയ്യുക. എപ്പോഴും ജപമാണ് പരമപ്രധാനം. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. അതുപോലെ കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്, നാളികേരം ഉടയ്ക്കുക. ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും അർച്ചന കൊടുക്കുകയൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. നാഗദോഷത്തിന് അഷ്ടമത്തിൽ രാഹു, ജന്മത്തിൽ രാഹു ഒക്കെ നിൽക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും, അപവാദകഥകളുണ്ടാകും. അതുകൊണ്ട് നാഗദോഷത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കുക. 100 പാലും കൊടുക്കുക. ആയില്യം നാളിനോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ, ദോഷമുള്ള നക്ഷത്രക്കാരുടെ പക്കനാളിനോ കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.